പിന്നെ ഉള്ളത് അങ്ങ് ദൂരെ ആ കാണുന്ന കാൽപ്പാട്. ഇതിന്റെ പുറകിലുള്ള മർമ്മം കണ്ടെത്തണമെങ്കിൽ നമ്മൾ ആ ഫുട് പ്രിന്റിനെ ഫോളോ ചെയ്യണം. ഐ മീൻ ഇതൊരു ഫുട് പ്രിന്റ് ആണെങ്കിൽ. അപ്പൊ കമോൺ ഷിൻചാനെ, ആ ഡ്രോൺ കൂടി എടുത്തോളാം. വണ്ടി എടുത്തോണ്ട് നമുക്ക് ആ കാൽപ്പാതിന്റെ അടുത്തേക്ക് പോവാം. ഡ്രോൺ ഞാൻ എടുക്കണ ഓടിക്കാനോ വായും കിട്ടിയില്ല, എടുത്തോണ്ടെങ്കിലും പോവാ. കമോൺ. ഓക്കെ, എല്ലാരും കയറിയാ. എന്നാൽ ഈ മരം എങ്ങനെ ഇവിടെ വന്ന? അപ്പൂപ്പ എവിടെ? അപ്പൂപ്പ പുറകെ കയറി ഇരിക്കുവാണോ? ആരെങ്കിലും കണ്ടാൽ ഞാൻ ഡ്രൈവർ അത് വിചാരിക്കൂലേ? അത് വിട്, ഈ റോഡ് മരം കൊണ്ട് ബ്ലോക്ക് ആയി കിടക്കുമല്ലേ. പക്ഷെ ഒരു മരത്തിനും ഈ ഫ്രാങ്കിലിനെ തടയാൻ വേണ്ടി സാധിക്കില്ലടാ. ഞാൻ മരത്തിന്റെ സൈഡ് വഴി കറങ്ങിപ്പോവും. സത്യം പറഞ്ഞാൽ പാടം ക്രോസ് ചെയ്യേണ്ട കാര്യമുള്ളൂ. പക്ഷെ പാടം വഴി വണ്ടി കയറ്റാൻ പറ്റില്ലല്ലോ, കറങ്ങി പോണം. സത്യം പറഞ്ഞാൽ ആ ഫുട് പ്രിന്റിന്റെ ഒരു വിരലിന്റെ അത്രേ ഉള്ളൂ നമ്മൾ. എന്റെ ലൈഫിൽ ഞാനും അതായിട്ട് കാണാം. അതേ അമ്മയുടെ മേടി രണ്ടാമത്തെ ഫുട് പ്രിന്റ്. ആ കാൽപാദം നമ്മളെ എങ്ങോട്ടോ നയിക്കുന്ന പോലെ. അങ്ങനെ നമ്മൾ കാൽപാദത്തിന്റെ അടുത്തേക്ക് തിരിഞ്ഞ് ഒന്ന് ഇറങ്ങി കറക്റ്റ് ആയിട്ട് നോക്കട്ടെ. ഡ്രോൺ വഴി ദൂരത്ത് നോക്കി കാരണം ചെറുതായിട്ട് തോന്നി. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ അതേ വലുപ്പത്തിലുള്ള മറ്റൊരു കാൽപാദം. പക്ഷെ എന്നാലും ലോജിക്കലി അങ്ങോട്ട് കണക്ട് ആവുന്നില്ല. ഒരു കാൽപാദം അവിടെ ഒരെണ്ണം ഇവിടെ. ശരി വണ്ടി കയറാം. എന്നിട്ട് ഇത് എങ്ങോട്ടാണോ പോയേക്കണേ അതിന്റെ അതേ പാതയിലൂടെ നമുക്കും പോവാം. അപ്പൂപ്പൻ ഇത് എവിടെ പോയി? ഞാനത് കാണാൻ വേണ്ടി ഇറങ്ങിയതാ. ശരി ഇനി നമ്മൾ കെയർഫുൾ ആയിരിക്കണം. ഈ കാൽപാദം നമ്മൾ എന്താണോ തേടുന്നത് അതിലേക്ക് നമ്മളെ നയിക്കും. ഫ്രണ്ടിലേക്ക് പോയി നോക്കാം. ചേട്ടാ, നമ്മൾ കുറെ നേരം ഈ കാട് വഴി മൊത്തം അന്വേഷിക്കുന്നത്. പക്ഷെ ഈ കാട്ടിലേക്ക് കയറിയ പിന്നെ ഒരു ഫുട് പ്രിന്റ് പോലും കണ്ടില്ല. ഞാൻ പറഞ്ഞില്ലേ ഇതിലെന്തോ ഒരു ദുരൂഹത ഉണ്ടെന്ന്. നിങ്ങൾ പറയുന്ന പോലെ എന്തെങ്കിലും ആണെങ്കിൽ ഇവിടെയും കാൽപാദം ഉണ്ടാവണ്ടില്ലേ? ഐ തിങ്ക് നമ്മളൊരു ഡെഡ് എൻഡിൽ എത്തിച്ചേർന്നെന്ന്. ഇവിടുന്ന് അങ്ങോട്ടും ഒന്നും ഇല്ലടാ. എന്താ വെച്ചാ ആനയോ? അല്ലല്ല, ഈ ശബ്ദം ആനയുടെ അല്ല, വേറൊന്നിന്റെ. ഭൂമിക്ക് എന്താ ഒരു കുലുക്കം? ഞാൻ പറഞ്ഞില്ലേ ഇതാ ജയന്റ് മോൺസ്റ്ററിന്റെ ആ ഫ്രണ്ടിൽ വരുന്നത്. പിന്നെ ജയന്റ് മോൺസ്റ്ററിന്റെ അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് കാണാൻ പറ്റില്ലടാ. അവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഫ്രണ്ടിൽ നിന്നാണ് വെച്ചായിരുന്നത്. ഇറങ്ങി ഈ സാഹചര്യത്തിൽ നമുക്ക് ഫ്രണ്ടിലേക്ക് പോയി നോക്കാൻ വേണ്ടി പറ്റില്ല. നമ്മുടെ ഡ്രോൺ എടുക്കേണ്ട സമയം വേണം. ഡ്രോൺ വെച്ചിട്ട് ഫ്രണ്ടിലേക്ക് വിട്ടു നോക്കാം. ഓക്കെ, തുറക്കൂ സീസേ, ഡ്രോൺ എടുക്കും. ഇപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞിട്ട് പോടാന്ന് വെളിച്ചുള്ളപ്പോഴേ നിനക്ക് വരില്ല. അപ്പോഴേ രാത്രിയില്. ശരി, ലോഞ്ച് ഡ്രോൺ. എന്താന്നറിയില്ല, പക്ഷെ ഫ്രണ്ടിൽ എന്തോ ഉണ്ടോന്നുള്ളത് ഉറപ്പാ. ലെറ്റ്സ് റിവീൽ ദി മിസ്റ്ററി.